നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആരണ്യകം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം 13-ന് നടക്കും. പ്രകൃതിയുടെ സംരക്ഷണമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആരോഗ്യ മേഖലയെ സർക്കാർ അവഗണിക്കുന്നതായി KGMO. പൊതുജനാരോഗ്യ സംരക്ഷണ യാത്രയ്ക്ക് 15-ന് കാസർഗോഡ് നിന്ന് തുടക്കമാവും. പള്ളിക്കര പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധം. CPM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് ബാഡ്മിന്റൺ ലീഗിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. ബാഡ്മിന്റൺ താരങ്ങളുടെ ഗ്രൂപ്പ് നിർണയം 14-ന് നടക്കുമെന്ന് സംഘാടകർ. ബദിയടുക്ക സ്റ്റേഷനു മുന്നിൽ മാലിന്യം നിറഞ്ഞു. അധികൃതർക്ക് മുന്നിൽ മാലിന്യം നിക്ഷേപിച്ചിട്ടും നടപടിയില്ല. വിദ്യാഭ്യാസ മികവിൽ മുന്നേറിയ കൊടക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക നിയമനം വൈകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ആരണ്യകത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം 13-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ആരണ്യകം പദ്ധതി നടപ്പിലാക്കുന്നത്. അനുയോജ്യമായ സ്ഥലങ്ങളിൽ ചെറുവനങ്ങൾ ഒരുക്കാനും വൃക്ഷപരിപാലനത്തിനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ജില്ലയിലെ പുതുതലമുറയെ പ്രകൃതിയിലേക്ക് അടുപ്പിക്കാനും പദ്ധതി ലക്ഷ്യം വെക്കുന്നു. മഴയാത്രയോടുകൂടിയാണ് ആരണ്യകം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളദേവി കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡീഷണലായിട്ട് വേണ്ട സേവനം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഒരു ഘടകമാണ് ഇത് മെയിനായിട്ട്. അപ്പോൾ അത് കുട്ടികളിൽ തന്നെ വീടുകളിൽ നിന്ന് ശേഖരിച്ച് സ്കൂളിലേക്ക് ഒരു ദിവസം എത്തിക്കുകയും അത് ഒരു ഏജൻസിയുമായി ടൈപ്പിലൂടെ അവർ റിമൂവ് ചെയ്ത് പല കൊണ്ടുപോകുന്ന കട്ടുകൊണ്ടുപോകുന്ന ചെയ്യാറുള്ളത്. കുട്ടിവനം പദ്ധതിയാണ് ആരണ്യകം. അത് എല്ലാ സ്കൂളിലും ഫലമുള്ള എല്ലാ സ്കൂളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ 13-ാം തീയതിയോട് കൂടി സെക്കൻഡറി സ്കൂളിൽ മരം നട്ടുകൊണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. ഗുരുവനത്തു നിന്നും മടിക്കൈ സെക്കൻഡ് GVHSS വരെയാണ് മഴയാത്ര സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സുജാത, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP. രാജ്മോഹനൻ, ഷൌക്കത്ത് അലി, KK. ഷാജി എന്നിവർ സംബന്ധിച്ചു. ആരോഗ്യ മേഖലയെ സർക്കാർ അവഗണിക്കുന്നതായി ആക്ഷേപം. KGMO പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര 15-ന് കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സർക്കാർ ആരോഗ്യമേഖലയെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. 1962-ലെ ജീവനക്കാരുടെ അതേ സ്റ്റാഫ് പാറ്റേൺ ഇന്നും തുടരുകയാണ്. മാറിവരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി ജീവനക്കാരെ നിയമിക്കാൻ തയ്യാറാകാത്തത് രോഗികൾക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇതേ തുടർന്നാണ് KGMOയുടെ നേതൃത്വത്തിൽ പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. യാത്ര 15-ന് കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് KP അരവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. KGMOയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രമീള ദേവിയാണ് ജാഥ ലീഡറായിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോസഫ് ചാക്കോ, സംസ്ഥാന ട്രഷറർ ഡോക്ടർ രമേശൻ KC, സംസ്ഥാന എഡിറ്റർ ഡോക്ടർ സുരേഷ് ബാബു, ജാഥയുടെ കോർഡിനേറ്റർ ഡോക്ടർ ജിതേഷ്. ഇവരാണ് ജാഥയെ തിരുവനന്തപുരത്തും വരെ ജാഥയിൽ പങ്കാളികളായിട്ടുണ്ടാവുക. 15-ാം തീയതി രാവിലെ 9:30-ക്ക് കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഞങ്ങളുടെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ശാസ്ത്രാജ്യ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ അരവിന്ദൻ സാറാണ്, KP അരവിന്ദൻ സാറാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുക. വാർത്താ സമ്മേളനത്തിൽ KGMO ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രൻ, ഡോക്ടർ രമേശ്, ഡോക്ടർ ഷക്കീൽ അൻവർ തുടങ്ങിയവർ സംബന്ധിച്ചു. പള്ളിക്കര പഞ്ചായത്തിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ CPIM-ന്റെ പ്രതിഷേധം. CPIM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പള്ളിക്കര പഞ്ചായത്തിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് ലീഗും കോൺഗ്രസും അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തുകയായിരുന്നുവെന്ന് CPIM നേതാക്കൾ ആരോപിച്ചു. പൂച്ചക്കാട് ബേക്കൽ കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. തുടർന്ന് നടന്ന ധർണാ സമരം K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു.
ഒരു വീട്ടിൽ തന്നെ CPM കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ഇങ്ങോട്ടും CPM-ന്റെ വോട്ട് അങ്ങോട്ടും എന്ന രീതിയിലാണ് വാദമിരിക്കുന്നത്. അതിനുവേണ്ടി ജീവനക്കാരെ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരെ നിയമിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട്. കോൺഗ്രസിനൊരു വാർഡ് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചു തന്നാൽ അതിനനുസരിച്ച് ഞങ്ങൾ അംഗീകരിച്ചു തരാമെന്ന് ലീഗുകാരുടെ തെറ്റുപരമാണ്. ആ തെറ്റുകൾക്കനുസരിച്ച് കോൺഗ്രസിന് വേണ്ടി വാർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് ഇവിടുത്തെ പഞ്ചായത്തോട് ജീവനക്കാരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? എല്ലാ കാലത്തും മുന്നേറി കേരളത്തിന് പഞ്ചായത്ത് മന്ത്രിയാകും, ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ UDF എല്ലാ കാലത്തും കേരളം ഭരിക്കുമെന്നാണ് ഇവിടുത്തെ പഞ്ചായത്തിലെ ചില ജീവനക്കാരുടെയും. കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. കെ മണികണ്ഠൻ, മണിമോഹനൻ, MM കരുണാകരൻ, KV ഭാസ്കരൻ, M കുമാരൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ബാഡ്മിന്റൺ ലീഗിന് കാഞ്ഞങ്ങാട് KSBC ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങുന്നു. മത്സരത്തിന് മുന്നോടിയായി 14 ബാഡ്മിന്റൺ താരങ്ങളുടെ ഗ്രൂപ്പ് നിർണയം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ജില്ലയിലെ പ്രമുഖ ഷട്ടിൽ താരങ്ങളെ ഒന്നിച്ചണിനിരത്തിയാണ് കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ബാഡ്മിന്റൺ ലീഗ് നടത്തുന്നത്. ജില്ലയിലെ 80 ഷട്ടിൽ താരങ്ങൾ 4 ഗ്രൂപ്പുകളായി മത്സരത്തിനെത്തും. ജൂൺ 14 വൈകിട്ട് 6 ബാഡ്മിന്റൺ താരങ്ങളുടെ ഗ്രൂപ്പ് നിർണയം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇൻഡോർ കോർട്ടിൽ അതില്ലാത്തതിന് അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഔട്ട്ഡോറിൽ കളിക്കുന്ന ഒരുപാട് ടൂർണമെന്റുകൾ ക്യാഷ് പ്രൈസ് വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഈ ടൂർണമെന്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൽ പ്രധാനമായിട്ട് കളിക്കുന്ന വളരെ യോഗ്യരായിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനും ഏതാണ്ട് 80ഓളം കളിക്കാരെ നമ്മൾ ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാസർഗോഡ് ജില്ലയിലെ ഒരു ഷട്ടിൽ ബാഡ്മിന്റൺ മാമാങ്കം തന്നെ പറയുന്നുണ്ട്. എൻ്റെ ഉദ്ദേശം കളിക്കുന്ന ആ കളിക്കാരുടെ ഒരു കൂട്ടായ്മ, എല്ലാ അർത്ഥത്തിലും നല്ലൊരു സൗഹൃദം, അതുപോലെ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല ബന്ധുജനങ്ങളുടെ ഒരു കൂട്ടായ്മ. ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 1-2 തീയതികളിൽ കാഞ്ഞങ്ങാട് KSBC ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ MK വിനോദ്, K രവീന്ദ്രൻ, BM അബ്ദുൾ ഗഫൂർ, HV അശോകൻ, അസൻ ഉദുമ, HV ജഗദീഷ്, വിനോദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ബദിയടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിൽ മാലിന്യ കൂമ്പാരം, പൊറുതിമുട്ടി ജനം. അധികൃതരുടെ കൺമുന്നിൽ മാലിന്യ നിക്ഷേപത്തിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. വ്യാപാരികൾ അവരുടെ കടകളിലെ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നതായാണ് ആക്ഷേപം. മറ്റു പല ദിക്കുകളിൽ നിന്നും ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതായും ആക്ഷേപമുണ്ട്. പോലീസിന്റെ കൺമുന്നിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി യോഗം ചേരുമെന്നാണ് വിവരം. മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ജയറാമും അറിയിച്ചിട്ടുണ്ട്. മാലിന്യ പ്രശ്നത്തിൽ വീർപ്പുമുട്ടുന്ന നീലേശ്വരം നഗരത്തിൽ മാലിന്യ നീക്കം നിലച്ചിട്ട് നാളുകളേറെയായി. കണ്ണായ സ്ഥലങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന മാലിന്യ കൂനകൾക്ക് പുറമെ നീലേശ്വരം പുഴയും മലിനമാണ്. സ്ഫടിക സമാനമായ നീരൊഴുക്കുണ്ടായിരുന്ന നീലേശ്വരം പുഴയുടെ ഇപ്പോഴത്തെ സ്ഥിതിയാണിത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിച്ചെറിയുന്ന മലിനവസ്തുക്കൾ ഒഴുകി നടക്കുന്ന മാലിന്യ പുഴയാണ് ഇപ്പോൾ ഇത്. ഇതിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉപയോഗമില്ലാത്ത വസ്തുക്കളും പ്ലാസ്റ്റിക്കും തീരപ്രദേശങ്ങളിലേക്ക് അടുക്കുമ്പോൾ അറവു മാലിന്യങ്ങളും വരെയുണ്ട്. പുഴയുടെ കരയിൽ കണ്ടൽക്കാടുകളോട് ചേർന്ന നീലേശ്വരം നഗരസഭ തന്നെ മാലിന്യ നിക്ഷേപത്തിന് നേതൃത്വം നൽകുന്നു. ഇരുവശത്തെയും തണ്ണീർത്തടങ്ങളിൽ ദേശീയപാതയിൽ കൂടി കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്നാണ് മാലിന്യമെറിയുന്നത്. മാലിന്യ നീക്കം പൂർണ്ണമായി നിലച്ചതോടെ നഗരത്തിലെ കണ്ണായ പ്രദേശങ്ങളിൽ മാലിന്യക്കൂന ഉയർന്നു കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയുന്ന റോഡിന് സമീപത്തെ മാലിന്യക്കൂമ്പാരം ഇതിലൊന്നാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് നാടുനീളെ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുന്ന നഗരസഭ തന്നെയാണ് നഗരമാലിന്യങ്ങൾ നീക്കാൻ നടപടി സ്വീകരിക്കാതെ ഇരട്ടത്താപ്പ് നയം നടപ്പാക്കുന്നത്. നഗരമാലിന്യ പ്രശ്നങ്ങൾക്കെതിരെ ഒരു കാലത്ത് ശക്തമായ പ്രക്ഷോഭമുയർത്തിയ സംഘടനകളും രംഗത്തുനിന്നും പിൻവലിഞ്ഞ മട്ടാണ്. പഠന മികവിലൂടെയും വേറിട്ട പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറിയപ്പോൾ കുട്ടികൾ ഒഴുകിയെത്തുന്ന സർക്കാർ വിദ്യാലയമാണ് ചെറുവത്തൂരിലെ കൊടക്കാട് ഗവൺമെന്റ് UP സ്കൂൾ. കുട്ടികൾക്കനുസൃതമായി അധ്യാപകരെ നിയമിക്കാത്തതാണ് ഇന്ന് ഈ വിദ്യാലയം നേരിടുന്ന പ്രതിസന്ധി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചെറുവത്തൂർ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം തരത്തിൽ പ്രവേശനം നേടുന്ന വിദ്യാലയമാണ് കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ. 486 കുട്ടികളാണ് ഇത്തവണ വിദ്യാലയത്തിലുള്ളത്. ഓരോ അധ്യയന വർഷവും പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരുന്ന ഈ വിദ്യാലയത്തിൽ ഈ വർഷം ഒന്നാം തരത്തിൽ 58 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. മറ്റ് ക്ലാസുകളിലെ എണ്ണം കൂടിയായപ്പോൾ 98 കുട്ടികളാണ് പുതുതായി എത്തിയത്. ഒന്നാം ക്ലാസ്സിൽ 58, 2-ൽ 70, 3-ൽ 64, 4-ൽ 65 എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ എണ്ണം.
ഇതുപ്രകാരം 4 പുതിയ അധ്യാപക തസ്തികകൾ നിലവിൽ ഇവിടെ അത്യാവശ്യമാണ്. 6ാം പ്രവൃത്തി ദിവസത്തെ കണക്കുകളെ അടിസ്ഥാനമാക്കി 3 അധ്യാപകരെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇവിടേക്ക് നിയമിച്ചിട്ടുണ്ട്. ഇതിലൊരാൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുമുണ്ട്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് തസ്തിക നഷ്ടമായ അധ്യാപകരെയാണ് ഇവിടേക്ക് നിയമിച്ചിട്ടുള്ളത്. കൊടക്കാട് ഗവൺമെൻറ് വെൽഫെയർ സ്കൂളിൽ 5-6 വർഷക്കാലമായി കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരികയാണ്. എല്ലാ സ്കൂളുകളിലും സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ഇവിടെ കുട്ടികളുടെ എണ്ണം കൂടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ വർഷം 1ാം ക്ലാസ്സിൽ 58 കുട്ടികൾ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ മറ്റെല്ലാ ഡിവിഷനുകളിലും കൂടി 100ഓളം കുട്ടികൾ പുതുതായി ഈ സ്കൂളിൽ വന്നു ചേർന്നിട്ടുണ്ട്. എങ്കിലും കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്കിവിടെ അധ്യാപകരുടെ കുറവ്, ഡിവിഷൻ തരാതിരിക്കുന്ന പ്രശ്നങ്ങൾ ഇവ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 5 അധ്യാപകരുടെ കുറവാണുള്ളത്. അതുപോലെ കുട്ടികളെ ഇരിക്കാനുള്ള റൂമിൻ്റെ അസൗകര്യമുണ്ട്, ഇരിപ്പിടത്തിൻ്റെ അസൗകര്യമുണ്ട്. ഇതെല്ലാം പരിഹരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം പുറകിൽ PTA കഴിഞ്ഞ വർഷം 4 അധ്യാപകരെ ശമ്പളം കൊടുത്തുകൊണ്ട് നിയമിച്ചിട്ടാണ് കഴിഞ്ഞ അധ്യയന വർഷം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവെച്ചത്. സർക്കാർ അധിക ഡിവിഷൻ അനുവദിക്കാത്തതിനാൽ 60ഉം അതിനു മുകളിലും വിദ്യാർത്ഥികളാണ് ഓരോ ക്ലാസ്സിലും പഠനം നടത്തുന്നത്. AEO നിയമിച്ച അധ്യാപകരെത്തിയാൽ വിദ്യാർത്ഥികൾക്ക് അത് വലിയ ആശ്വാസമാകും. കുട്ടികളുടെ പഠനത്തിന് തടസ്സം വരാതിരിക്കാൻ കഴിഞ്ഞ വർഷം PTA ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിച്ചിരുന്നു. സർക്കാർ അവഗണന അവസാനിപ്പിച്ചാൽ കൂടുതൽ മികവോടെ മുന്നേറാൻ ഈ വിദ്യാലയത്തിന് സാധിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിലിക്കോട് യൂണിറ്റിന് പുതിയ കെട്ടിടമായി. കെട്ടിടോദ്ഘാടനത്തോടൊപ്പം പഠനത്തിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. നവീകരിച്ച വ്യാപാര ഭവൻ കെട്ടിടം സംഘടനാ സംസ്ഥാന സെക്രട്ടറി TK അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾ കേവലം വ്യാപാരികളുടെ പ്രശ്നം മാത്രമല്ല, സമൂഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതകൾ ഏറ്റെടുത്തുകൊണ്ട് ജീവകാരുണ്യ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിലൊക്കെ സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പോകുന്ന കേരളത്തിലെ തന്നെ ഒരു മഹത്തായ സംഘടനയാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. കേവലം വ്യാപാരികളുടെ താല്പര്യം മാത്രമല്ല, സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പിലിക്കോട് യൂണിറ്റ് പുതിയൊരു കാൽവയ്പില്. കാരണം ഇത് വ്യാപാരികൾക്ക് മാത്രം വേണ്ടിയല്ല ഈ സ്ഥാപനം. ഈ വ്യാപാര സ്ഥാപനം ഇവിടുത്തെ സമൂഹത്തിലെ ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് ജാതി മത ചിന്തകൾക്കതീതമായി ചിന്തിക്കുന്നവരെ എല്ലാവരെയും ഒരു കൊടക്കയിൽ അണിനിർത്തിക്കൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് അല്ലെങ്കിൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഹാളിൽ വന്ന് മീറ്റിംഗ് കൂടുവാനും അതുപോലെ തന്നെ ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ആശാകേന്ദ്രമായി പ്രവർത്തിക്കാൻ ഈ വ്യാപാരവന് കൈമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി ആശംസിക്കുകയാണ്. ഓഫീസ് ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് തയ്യിൽ നിർവഹിച്ചു. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് ചീമേനി, KV ബാലകൃഷ്ണൻ, KV ലക്ഷ്മണൻ, N പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കാസർഗോഡ് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ പരമ്പരാഗത തൊഴിലാളികളായ മരപ്പണി, സ്വർണ്ണപ്പണി, ഇരുമ്പുപണി, വാർക്കപ്പണി എന്നിവ ചെയ്യുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് NVVF. തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സംഘടനയ്ക്ക് സാധിക്കുമെന്ന് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണ വോർക്കുടലു പറഞ്ഞു. ആ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയിട്ടാണ് ജില്ലാ ബാങ്ക് എത്ര വേണമെന്ന് കൊടുത്തത്. നമുക്കിപ്പോൾ എത്ര ലക്ഷങ്ങൾ വേണം കൊടുക്കാൻ ജില്ലാ ബാങ്ക് സെക്ടർ ഏകദേശം 300 കോടി രൂപ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്വന്തമായൊരു സ്ഥലം വേണം. ഉൾപ്രദേശത്തിൽപ്പെട്ട ആളുകൾ കാസർഗോഡ് നഗരത്തിൽ വേണമെന്നില്ലല്ലോ കാർപ്പൻറ്റർ ജോലിക്ക്, ഇല്ലെങ്കിൽ സ്വർണ്ണപ്പണി ഉണ്ടാക്കുന്നത് ഉണ്ടാകാൻ വേണമെന്നില്ല. നല്ല സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പിടിച്ച് നല്ല ബിൽഡിങ്ങും നല്ല ഓഫീസും നല്ല സ്റ്റാഫ്, അത് സെക്രട്ടറി പ്രസിഡന്റാണ് ഭരണസമിതിയാണ് ഗംഭീരമായിട്ട് വേണ്ടത്. കാരണം ഇത് വേണം എന്നല്ല, ഇപ്പോൾ കോർപ്പറേറ്റ് ലാഭം ഉണ്ടാക്കാമല്ലോ. സഹകരണ സംഘം ഇൻസ്പെക്ടർ വിനോദ് കുമാർ, കെ ശ്രീകാന്ത്, PV കുഞ്ഞമ്പു, രവി ചേർപ്പ്, രാജൻ മന്നിപ്പാടി, പത്മാവതി, CM രാഘവൻ നമ്പ്യാർ, രാഘവൻ നെടുവയൽ, സീതാറാം ആചാര്യ തുടങ്ങിയവർ സംസാരിച്ചു. കാൽവിരലുകൾ ഊന്നി ഒരാൾക്ക് എത്ര ദൂരം നടക്കാനാവും? എത്ര ദൂരം വേണമെങ്കിലും നടക്കാനാകുമെന്ന് ചെറുവത്തൂരിലെ ചുമട്ട് തൊഴിലാളി ചന്ദ്രൻ പറയും. വിരലൂന്നിയുള്ള ചന്ദ്രന്റെ നടത്തം എല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ്.
നിലത്ത് പാദങ്ങൾ ഉറപ്പിക്കാതെ നടന്നു നീങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ കണ്ണാടിപ്പാറ സ്വദേശിയും ചെറുവത്തൂരിലെ ചുമട്ടുതൊഴിലാളിയുമായ ചന്ദ്രന് അതത്ര പ്രയാസമുള്ള കാര്യവുമല്ല. ഇനി ചന്ദ്രന്റെ വേറിട്ട നടത്തം കാണാം. പാദങ്ങൾ നിലത്തുമുട്ടാതെ കാലുകളിലെ 10 വിരലുകളിലൂന്നിയുള്ള നടത്തം തന്നെ വിസ്മയമാണ്. തീർന്നില്ല, 2 ചെറുവിരലുകളിലൂന്നിയുള്ള ഈ നടത്തം കൂടി കാണുമ്പോൾ വിസ്മയം ഇരട്ടിയാകും. തൊഴിലിന്റെ ഇടവേളകളിലുള്ള കൗതുകം മാത്രമാണ് ചന്ദ്രന് ഈ നടത്തം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആരണ്യകം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം 13-ന് നടക്കും. പ്രകൃതിയുടെ സംരക്ഷണമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആരോഗ്യമേഖലയെ സർക്കാർ അവഗണിക്കുന്നതായി KGMO. പൊതുജനാരോഗ്യ സംരക്ഷണ യാത്രയ്ക്ക് 15-ന് കാസർഗോഡ് നിന്ന് തുടക്കമാവും. പള്ളിക്കര പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധം. CPM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് ബാഡ്മിന്റൺ ലീഗിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. ബാഡ്മിന്റൺ താരങ്ങളുടെ ഗ്രൂപ്പ് നിർണയം 14-ന് നടക്കുമെന്ന് സംഘാടകർ. ബദിയടുക്ക സ്റ്റേഷനു മുന്നിൽ മാലിന്യം നിറഞ്ഞു. അധികൃതർക്ക് മുന്നിൽ മാലിന്യം നിക്ഷേപിച്ചിട്ടും നടപടിയില്ല. വിദ്യാഭ്യാസ മികവിൽ മുന്നേറിയ കൊടക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക നിയമനം വൈകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.